തനിക്ക് വധഭീഷണി ഉണ്ടെന്നും സംരക്ഷണം ആവശ്യപ്പെട്ട മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും കത്ത് നൽകുമെന്നും ബിജു രമേശ് വ്യക്തമാക്കിയിരിക്കുന്നു. തിരുവനന്തപുരം വിജിലൻസ് ഓഫീസിൽ വീണ്ടും മൊഴി നൽകിയ ശേഷം മാധ്യമങ്ങളോടാണ് ഇക്കാര്യം അറിയിച്ചത്. അതേസമയം ഇന്നലെ വിജിലൻസിന് കൈമാറിയ CD അന്വേഷണ സംഘം പ്രത്യേക വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചു. ഇന്നലെ കൈമാറിയ CDയിലെ വിവരങ്ങൾക്ക് വ്യക്തത വരുത്താനാണ് വിജിലൻസ് അന്വേഷണ സംഘം ബിജു രമേശിനെ വീണ്ടും മൊഴിയെടുക്കാൻ വിളിച്ചു വരുത്തിയത്. പൂജപ്പുരയിലെ വിജിലൻസ് ഓഫീസിൽ ഉച്ചയ്ക്ക് 12:30 ആരംഭിച്ച മൊഴിയെടുപ്പ് 2:15 വരെ നീണ്ടു. തനിക്ക് വധഭീഷണിയുണ്ടെന്നും സംരക്ഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും കത്ത് നൽകുമെന്നും ബിജു രമേശ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഏറ്റവും കൂടുതൽ എവിഡൻസുകൾ എന്നിലുണ്ട് എന്നവർക്കറിയാം. അതുകൊണ്ട് എന്നെ എന്തെങ്കിലും സംഭവിക്കുന്നതിൽ സംരക്ഷണം തരാതിരിക്കുന്നത് അതുകൊണ്ടായിരിക്കാം. കാര്യം ഇത്രമാത്രം പ്രശ്നം ഞാൻ ആദ്യം തൊട്ട് പറയുന്നുണ്ട്, എനിക്ക് വധഭീഷണിയുണ്ട് എന്ന് പറയുന്നു. ഞാൻ ഇന്ന് എന്തായാലും ഔദ്യോഗികമായി കത്ത് മുഖ്യമന്ത്രിക്കും ഹോം മിനിസ്റ്ററിനും കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. തെളിവ് നശിപ്പിക്കാൻ ശ്രമം നടക്കുമെന്നതിനാൽ മൊഴിയെക്കുറിച്ചും സാക്ഷികളെക്കുറിച്ചുമുള്ള കാര്യങ്ങൾ പുറത്തു പറയില്ല. കൂടുതൽ തെളിവുകളടങ്ങിയ ഹാർഡ് ഡിസ്ക് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടെങ്കിലും നൽകാൻ തയ്യാറായില്ലെന്ന് ബിജു രമേശ് വ്യക്തമാക്കി. കോടതിക്കോ വിശ്വസ്തതയുള്ള ഏജൻസിക്കോ മാത്രമേ ഹാർഡ് ഡിസ്ക് നൽകുകയുള്ളൂ. കേസുമായി മുന്നോട്ട് പോകുമെന്നും അന്വേഷണത്തിൽ ഇടപെടൽ നടത്തിയാൽ CBI അന്വേഷണം ആവശ്യപ്പെടുമെന്നും ബിജു രമേശ് പറഞ്ഞു. അതേസമയം ഇന്നലെ വിജിലൻസിന് കൈമാറിയ CD അന്വേഷണ സംഘം പ്രത്യേക വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബാർ കേസിൽ സർക്കാരിന് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. സർക്കാരിൻ്റെ മദ്യനയം വികലമെന്ന് സുപ്രീം കോടതി. സർക്കാരിൻ്റെ മദ്യനയം പ്രായോഗികമല്ലെന്നും അംഗീകരിക്കാനാവാത്ത മദ്യനയമാണിതെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. 10 ബാറുകൾക്ക് ലൈസൻസ് അനുവദിച്ച ഹൈക്കോടതി ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഹർജി തള്ളിയാണ് സുപ്രീം കോടതി മദ്യനയത്തിനെതിരെ അതിനിശ്ചിതമായ വിമർശനം ഉന്നയിച്ചത്. കേരള സർക്കാർ കൊണ്ടുവന്ന മദ്യനയം വികലമാണ്. പക്ഷപാതപരമായ തീരുമാനങ്ങൾ നയത്തിലടങ്ങിയിരിക്കുന്നു. 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് ബാർ അനുവദിക്കുന്നു. അതേസമയം മറുവശത്ത് 4 സ്റ്റാർ ഉൾപ്പെടെയുള്ളവയ്ക്ക് ലൈസൻസ് നിഷേധിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ 5 സ്റ്റാർ 4 സ്റ്റാർ വിവേചനം എന്തിനാണ്, എവിടെയാണ് ഇങ്ങനെ നടക്കുന്നതെന്നും ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ച് ചോദിച്ചു. അത്ഭുതകരമായ കാര്യങ്ങളാണ് കേരളത്തിൽ നിന്നും കേൾക്കുന്നത്. മദ്യനയത്തിന്റെ പേരിൽ ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഇടക്കാല ഉത്തരവിനായി കേരളം എത്തുന്നുണ്ട്. ഇത് അംഗീകരിക്കാനാകില്ല. കേരള ഹൈക്കോടതി അനുമതി നൽകിയ 10 ബാറുകൾക്കും ആദ്യം ലൈസൻസ് അനുവദിക്കാൻ കേരളത്തോട് സുപ്രീം കോടതി ഉത്തരവിട്ടു. അതിനുശേഷം ആവശ്യമെങ്കിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോകാമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. എന്തായാലും പക്ഷപാതിത്വപരമായ നയത്തിന്റെ അടിസ്ഥാനത്തിൽ ബാറുകൾക്ക് ലൈസൻസ് നിഷേധിക്കാനാകില്ല. നിലവാരമില്ലാത്തതെന്ന് കണ്ട് സംസ്ഥാന സർക്കാർ ലൈസൻസ് റദ്ദാക്കിയ 4 ബാറുകൾ ഉൾപ്പെടെ 9 3 സ്റ്റാർ ഹോട്ടലുകൾക്കും 1 4 സ്റ്റാർ ഹോട്ടലിനുമാണ് ലൈസൻസ് അനുവദിക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടത്. സന്തോഷ് സർലിംഗ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. IPL വാതുവെപ്പ് കേസിൽ ശ്രീനിവാസന് കനത്ത തിരിച്ചടി. ശ്രീനിവാസന് BCCI അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കാനാവില്ലെന്ന് സുപ്രീം കോടതി. രാജ് കുന്ദ്രയും ഗുരുനാഥ് മെയ്യപ്പനും കുറ്റക്കാരാണെന്ന് സുപ്രീം കോടതി വിധിച്ചു. BCCIയിൽ ശുദ്ധികലശത്തിന് മുൻ ചീഫ് ജസ്റ്റിസ് അടങ്ങിയ 3 അംഗ സമിതിയെയും സുപ്രീം കോടതി നിയോഗിച്ചു. IPL വാതുവെപ്പ് കേസിൽ 130 പേജ് വരുന്ന വിധിന്യായമാണ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചത്. ചെന്നൈ സൂപ്പർ കിങ്സ് ഉടമയും N ശ്രീനിവാസന്റെ മരുമകനുമായ മെയ്യപ്പൻ, രാജസ്ഥാൻ റോയൽസ് ഉടമയും നടി ശില്പ ഷെട്ടിയുടെ ഭർത്താവുമായ രാജ് കുന്ദ്ര എന്നിവർ IPL 6ാം സീസണിൽ വാതുവച്ചു. ഇവർ കുറ്റക്കാരാണെന്ന് ജസ്റ്റിസ് TS താക്കൂർ അധ്യക്ഷനായ ബെഞ്ച് വിധിച്ചു. എന്നാൽ വാതുവെപ്പ് മറച്ചുവെച്ചുവെന്ന കുറ്റം അന്നത്തെ അധ്യക്ഷനായ N ശ്രീനിവാസൻ നടത്തിയതായി തെളിഞ്ഞിട്ടില്ലെന്ന് കോടതി പറഞ്ഞു. പക്ഷേ വാതുവെപ്പിൽ പ്രതിക്കൂട്ടിലായ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഉടമ എന്ന നിലയിലും BCCI അധ്യക്ഷൻ എന്ന നിലയിലും N ശ്രീനിവാസന് വിരുദ്ധ താൽപ്പര്യങ്ങളുണ്ട്. അതിനാൽ ശ്രീനിവാസൻ BCCI അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിന് സുപ്രീം കോടതി വിലക്കേർപ്പെടുത്തി. BCCI നേതൃസ്ഥാനത്തുള്ളവർക്ക് IPL ടീമിൽ ഓഹരികൾ നേടാൻ അനുവാദം നൽകുന്ന BCCIയുടെ നിയമ ഭേദഗതി സുപ്രീം കോടതി റദ്ദാക്കി. 2008-ൽ BCCI നേതൃസ്ഥാനത്തെത്താൻ ശ്രീനിവാസൻ കൊണ്ടുവന്നതാണ് ഈ നിയമ ഭേദഗതി. ഒത്തുകളിച്ച IPL ടീമുകളായ രാജസ്ഥാൻ റോയൽസിന്റെയും ചെന്നൈ സൂപ്പർ കിങ്സിന്റെയും ലൈസൻസ് റദ്ദാക്കുന്നതിനെക്കുറിച്ച് തീരുമാനമെടുക്കാൻ 3 അംഗ പാനലിനെ നിയോഗിച്ചു. സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് RM ലോധയാണ് അധ്യക്ഷൻ. 6 മാസത്തിനകം സമിതി തീരുമാനമെടുക്കണം. 6 ആഴ്ചയ്ക്കുള്ളിൽ BCCIക്ക് പുതിയ തെരഞ്ഞെടുപ്പ് നടത്താനും സുപ്രീം കോടതി അനുമതി നൽകി. BCCI ഒരു സ്വകാര്യ സംവിധാനമല്ല, പൊതു സംവിധാനമാണ്. എന്നാൽ BCCIയുടെ ഏകാധിപത്യം നിയന്ത്രിക്കുന്നതിൽ കേന്ദ്ര സർക്കാരുകൾക്ക് വീഴ്ച പറ്റിയെന്നും സുപ്രീം കോടതി കുറ്റപ്പെടുത്തി. പുതിയ തെരഞ്ഞെടുപ്പ് നടത്തി BCCI അധ്യക്ഷ സ്ഥാനത്തേക്ക് വേഗത്തിൽ തിരിച്ചെത്താമെന്ന N ശ്രീനിവാസന്റെ മോഹങ്ങൾക്കാണ് സുപ്രീം കോടതി വിധി തിരിച്ചടിയാകുന്നത്. IPL ടീമിന്റെ സ്ഥാനമൊഴിഞ്ഞ് വിരുദ്ധ താൽപര്യങ്ങളില്ലെന്ന് തെളിയിച്ചാൽ മാത്രമേ ക്രിക്കറ്റ് ഭരണരംഗത്തേക്ക് ഇനി ശ്രീനിവാസന് പ്രവേശനമുള്ളൂ. ദില്ലിയിൽ നിന്നും സന്തോഷ് സർലിംഗ്.
കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ലക്ഷക്കണക്കിന് രൂപയുടെ ജീവൻ രക്ഷാ മരുന്നുകൾ നശിപ്പിച്ചു. രക്തസമ്മർദ്ദം, വൃക്ക, കരൾ രോഗത്തിനുള്ള മരുന്നുകളാണ് നശിപ്പിച്ചത്. മരുന്നുകൾ നശിപ്പിച്ചത് സ്വകാര്യ മെഡിക്കൽ ഷോപ്പുകളെ സഹായിക്കാനാണെന്നാണ് പ്രധാനമായും ഉയർന്നിരിക്കുന്ന ആരോപണം. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിർധനരായ രോഗികൾക്ക് സൗജന്യമായി വിതരണം ചെയ്യേണ്ട ലക്ഷങ്ങൾ വിലമതിക്കുന്ന ജീവൻ രക്ഷാ ഔഷധങ്ങളാണ് കൂട്ടത്തോടെ നശിപ്പിച്ചത്. യഥാസമയം രോഗികൾക്ക് വിതരണം ചെയ്യാതെ ഉപയോഗശൂന്യമാക്കിയാണ് മരുന്നുകൾ ഉപേക്ഷിച്ചത്. മരുന്ന് വാങ്ങാൻ പണമില്ലാതെ നിർധന രോഗികൾ നെട്ടോട്ടമോടുമ്പോഴാണ് അധികൃതരുടെ ഈ കടും കൈ. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിന് സമീപം കൂട്ടിയിട്ടിരിക്കുന്ന ഈ മരുന്നുകൾക്കിടയിൽ കാലാവധി കഴിയാത്ത മരുന്നുകളുമുണ്ട്. രക്തസമ്മർദ്ദം, വൃക്ക സംബന്ധമായ അസുഖങ്ങൾ, കരൾ രോഗങ്ങൾ തുടങ്ങി അലർജി അകറ്റാനുള്ള മരുന്നുകൾ വരെ ഇക്കൂട്ടത്തിലുണ്ട്. ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഈ മരുന്നുകൾ പൂഴ്ത്തിവെച്ച് സ്വകാര്യ മെഡിക്കൽ ഷോപ്പ് ഉടമകൾക്ക് ലാഭമുണ്ടാക്കാൻ അവസരമൊരുക്കുന്നതിന് പുറമെ മരുന്ന് പർച്ചേസ് ചെയ്യുന്നതിന്റെ കമ്മീഷൻ സ്വന്തമാക്കുന്നതിനുമായിട്ടാണ് മെഡിക്കൽ കോളേജ് അധികൃതർ ശ്രമിക്കുന്നതെന്ന ആരോപണത്തെ ബലപ്പെടുത്തുന്നതാണ് ഈ നടപടി. മരുന്നുകൾ പർച്ചേസ് ചെയ്യുമ്പോഴുള്ള ഭീമമായ കമ്മീഷൻ, അനാവശ്യ മരുന്നുകൾ പർച്ചേസ് ചെയ്യുക, കുറേ മരുന്നുകൾ പർച്ചേസ് ചെയ്യാതിരിക്കുക വഴി പുറത്തുള്ള മരുന്ന് കടക്കാരെ സഹായിക്കുക. യാതൊരു ഓഡിറ്റിങ്ങും ഈ കാര്യത്തിൽ നടക്കുന്നില്ല. അപ്പോൾ ഒരു കോർഡിനേഷൻ മെഡിക്കൽ കോളേജിലില്ല. ആവശ്യമുള്ള മരുന്നുകൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ലഭ്യമാക്കിയിട്ടുണ്ടെന്നാണ് അധികൃതരുടെ വാദം. പക്ഷേ ഈ മരുന്നുകൾ എങ്ങനെ ഉപേക്ഷിക്കപ്പെട്ടു എന്നതിനെക്കുറിച്ച് കൃത്യമായ ഉത്തരം നൽകാൻ അധികൃതർ തയ്യാറായിട്ടില്ല. എന്നാൽ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാമെന്ന് മാത്രമാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അറിയിച്ചിട്ടുള്ളത്. ടി പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. ബാർ കോഴ കേസിന്റെ അന്വേഷണത്തിൽ അപാകതയുണ്ടെങ്കിൽ ഇടപെടുമെന്ന് ഹൈക്കോടതി. അന്വേഷണം പ്രാരംഭഘട്ടത്തിലായപ്പോൾ ഇപ്പോൾ ഇടപെടുന്നില്ലെന്ന് വ്യക്തമാക്കിയ കോടതി വിശദമായ വാദത്തിനായി ഹർജി വീണ്ടും പരിഗണിക്കും. ധനമന്ത്രി കെ എം മാണി ഉൾപ്പെട്ട ബാർ കോഴ കേസിന്റെ അന്വേഷണത്തിൽ ഹൈക്കോടതി ഇടപെടണമെന്നാവശ്യപ്പെട്ട് കേരള ആന്റി കറപ്ഷൻ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ കൗൺസിൽ സമർപ്പിച്ച ഹർജി പരിഗണിച്ചുകൊണ്ടാണ് നിലവിലെ സാഹചര്യത്തിൽ കോടതി ഇടപെടേണ്ടതില്ലെന്ന് ജസ്റ്റിസ് പി ഉബൈദ് വ്യക്തമാക്കിയത്. അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണെന്നതിനാൽ അപാകതയുണ്ടെങ്കിൽ നിയമസാധുതയനുസരിച്ച് പിന്നീട് ഇടപെടുമെന്നും കോടതി അറിയിച്ചു. മന്ത്രി ഉൾപ്പെട്ടതിനാൽ കോടതി മേൽനോട്ടം വേണമെന്ന് നിർബന്ധമില്ലെന്നും കോടതി നിരീക്ഷിച്ചു. അതേസമയം അന്വേഷണം പുരോഗമിക്കവേ ഹർജി തള്ളണമെന്നായിരുന്നു സർക്കാരിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ജനറൽ കെ പി ദണ്ഡപാണി ആവശ്യപ്പെട്ടത്. നേരത്തെ സമാന വാദം ഉന്നയിച്ചുള്ള ഹർജി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് അശോക് ഭൂഷൺ അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് തള്ളിയ കാര്യം AG കോടതിയെ ഓർമ്മിപ്പിച്ചു. എന്നാൽ അന്വേഷണത്തിൽ അപാകത വ്യക്തമാകുന്ന മുറയ്ക്ക് ഇടപെടുമെന്നറിയിച്ച കോടതി ഹർജി അടുത്ത മാസം വീണ്ടും പരിഗണിക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി.